തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. അപ്പോഴാണ് സർക്കാർ ജനക്ഷേമത്തെക്കുറിച്ച് ഓർത്തത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിച്ചു. അവിടം കൊണ്ട് തീരുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ 31 ലക്ഷം പേർക്ക്. അംഗനവാടി ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ നിരവധി വൻ പ്രഖ്യാപനങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് വന്നത് നന്നായി. സാമ്പത്തിക പ്രതിസന്ധിയുടെ കണ്ണീർ കഥകൾ തോർന്നു. പൂച്ച പെറ്റുകിടന്ന ഖജനാവിൽ പണം കുമിഞ്ഞുകൂടി. ഉദാരമതിയായ പിണറായി വിജയൻ സർക്കാർ എല്ലാം ജനങ്ങൾക്ക് വീതിച്ചു നൽകുന്നു. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം പോക്കാണ്. വിദേശ പര്യടനവും വിദേശ പ്രതിനിധി സമ്മേളനവുമൊക്കെയായി ചുരുങ്ങിപ്പോയേനെ പല മന്ത്രിസഭകളുടെയും പ്രവർത്തനങ്ങൾ. വോട്ട് ചെയ്യേണ്ട ദരിദ്രനാരായണന്മാർ ജീവനോടെ ഉണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഓർക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ്. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാശ് ചെലവായാലും ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം. പറ്റുമെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ നടത്തണം. വോട്ട് ലക്ഷ്യമിട്ടല്ല നടപടികളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. പക്ഷേ ആ വാദം കേരളം അംഗീകരിക്കുമോ? ജനനന്മ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് ഇടതു കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. അത് കേരളം മുഖവിലക്കെടുക്കുമോ? തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്കുവഴി മാത്രമാണോ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ?